എൻ്റെ പേര് ഡോക്ടർ നീരജ്. നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കമ്പനീനെ പറ്റിയാണ്. ആ കമ്പനി ട്രൈക്കോസെൽ ബയോ സയൻസസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ കമ്പനീൻ്റെ ഡയറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോളൂ. ഇതാണ് ഡയറക്റ്റ് ഡീറ്റെയിൽസ്. ഞാനും എൻ്റെ സുഹൃത്ത് റിസ്വാനും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തു. അത് ഓൾറെഡി അത് നമ്മളതിൻ്റെ വർക്കിലായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഹെഡ് ഓഫീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഹൈദരാബാദ്, തെലങ്കാനയിലാണ്, ഹൈദരാബാദിലാണ്. അതിൻ്റെ ഡയറക്റ്റ് ഡീറ്റെയിൽസാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇനി എന്താ ഇത് പറയാൻ കാണാമെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പനിക്ക് നമ്മൾ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കമ്പനിക്ക് ഏത് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിനും, ഏത് ഡ്രഗ്സും, ഏത് മെഡിക്കൽ എക്യുപ്മെൻസും, ഏത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാൻ, റിസർച്ച് ചെയ്യാൻ, അനാലൈസസ് ചെയ്യാൻ, ഉണ്ടാക്കാൻ, മാനുഫാക്ചർ ചെയ്യാൻ, പിന്നെ സപ്ലൈ ചെയ്യാൻ, ഹോൾസെയിൽ, റീറ്റെയിൽ എല്ലാം ചെയ്യാനുള്ള എന്ത് കിട്ടിയിട്ടുണ്ട്? ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അതിൻ്റെ ഫോമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് കണ്ടോളൂ. ഈ ഒരു ഫോം നമുക്ക് ഇത് കിട്ടിയതിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇത്, അതായത് റിസർച്ച് ചെയ്യാം. നമുക്ക് സെക്രിറ്റോമിനെ പറ്റിയുള്ള റിസർച്ചാണ് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഫണ്ട് കൂടുതലായിട്ടും ഇട്ടിട്ട് ചെയ്യാൻ പോകുന്നത്. സെക്രിറ്റോം അത് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ് സെക്രിറ്റോം എന്ന് പറയുന്നത്. അതിൻ്റെ റിസർച്ച് നടക്കാൻ പോവാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു നമ്മളെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു കോമ്പിനേഷൻ, മിനോക്സിഡിൽ പ്ലസ് അമിനിസിൽ പ്ലസ് നമ്മുടെ ഇത് എന്താണ് പറയുക, റിഡൻസിൽ, ഇത് മൂന്നും കൂടിയുള്ള കോമ്പിനേഷൻ ഞങ്ങൾ റിസർച്ച് ചെയ്ത് ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ അമിനിസിലും നമ്മുടെ മിനോക്സിഡിൽ വരെ നാനോക്സിഡിലും കൂടി കൂട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ അങ്ങനെ കുറേ കോമ്പിനേഷൻസ് നമ്മൾ റിസർച്ച് ചെയ്ത് ഞങ്ങൾക്ക് അതിൻ്റെ CDCSO അവർ സർട്ടിഫിക്കറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് ഓരോരോ ഫോമിൽ ഇറക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ട്രൈക്കോസെൽ എന്ന് പറയുന്നത് ഞങ്ങൾ DLAPൻ്റെ ഒരു പാരന്റ് കമ്പനി ആയിട്ടാണ് ആക്കുന്നത്. അത് ഹൈദരാബാദിലും ഇവിടെയാണുള്ളത്. ഹൈദരാബാദിൽ നമ്മൾ DLAPൻ്റെ ബ്രാഞ്ച് തുടങ്ങുന്നതും ഇതിൻ്റെ കൂടെയാണ്. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൈദരാബാദ് ബ്രാഞ്ചിൻ്റെ. അതും ഈ ട്രൈക്കോസെലിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ അത് സെയിം ബിൽഡിംഗ് അല്ല, വേറൊരു ബിൽഡിംഗ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഒരു ഒരു സബ്സ്ക്രിപ്ഷൻ ചാനൽ, മീൻസ് ഒരു സാധാരണ ഒരു ചാനല്, ഇത് റിയാക്ഷൻ പോലത്തെ ചാനൽ, റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ചാനൽസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ചാനൽസിനൊക്കെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ വളരെ എളുപ്പമാണ്. ചക്കാന്ന് പറഞ്ഞ് കൂടി ഇങ്ങനെ പോകും സബ്സ്ക്രൈബേഴ്സ്. മനസ്സിലായില്ലേ? ബട്ട് നമ്മൾ പെർട്ടിക്കുലർലി മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡ് ഇത് മാത്രമല്ല, ഹെയർ സ്കിന്ന് പോലും പറയണില്ല, ഹെയർ മാത്രം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ ഇതിലിടാറ്. ഓൺലി ഹെയർ. എന്നിട്ട് നമുക്ക് 2 കൊല്ലം കൊണ്ട്, 2 അല്ല 3 കൊല്ലമായി, 3 കൊല്ലം കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2 lakh ആയി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൽ 2 lakh സബ്സ്ക്രൈബേഴ്സ് ഫോർ എ നിഷ വിച്ച് ഈസ് വെരി വെരി ബ്രോഡ് ആയിട്ടുള്ള നിഷയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി എന്താ പറയുക, ബ്ലെസ്സിങ് ആണ്. ആക്ച്വലി നിങ്ങളാണ് അത് ഓരോരുത്തരുമാണ് അതിന് നമ്മളെ സഹായിച്ചത്. ഞങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ 9,000 പേഷ്യൻസിന് SCT ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രസ്റ്റിനും നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും വളരെ നന്ദി. അതുകൊണ്ട് നമ്മൾ ഇത് പകരമായിട്ട് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരാഴ്ച മൊത്തം 7 days, അതായത് തിങ്കളാഴ്ച തൊട്ട് എഫക്റ്റീവായിട്ട് വരും. തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾ കൺസൾട്ടേഷനും ഹെയർ അനാലിസിസും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ ഞങ്ങളെ കോഴിക്കോടുള്ള ബ്രാഞ്ചിലാണെങ്കിൽ ശരി, കൊച്ചിയിലെ ബ്രാഞ്ചിലാണെങ്കിൽ ശരി, കോഴിക്കോട് 2 ബ്രാഞ്ചിലാണെങ്കിൽ ശരി, ഇപ്പോൾ കൊച്ചിയിലെ മറ്റേ കടവന്ത്ര ബ്രാഞ്ചിലാണെങ്കിൽ ഏത് ബ്രാഞ്ചിലും ഡോക്ടേഴ്സിനെ കാണാൻ ഫ്രീ ആയിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കാണാൻ പറ്റും. ഹെയർ അനാലിസിസ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ഹെയർ അനാലിസിസ് ചെയ്ത് അത് എന്താണ് അതിലെ കംപ്ലൈൻറ്റ്, എന്ത് കാരണമാണ് ഉള്ളത്, വിറ്റാമിൻസിൻ്റെ ടെസ്റ്റ് നടത്തണോ, അതായത് നിങ്ങളെ റൂട്ട് സ്ട്രോങ് ആണോ, റൂട്ട് തിന്നിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഹെയർ എത്ര കാലം നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഹെയർ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ മീൻസ് ഒരു അപ്രോക്സ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഉള്ള നല്ലൊരു ചാൻസാണ്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ചെറുപ്പക്കാരി പിള്ളേർ, കാരണം അവർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ്. ഇപ്പോഴേ വേണ്ട പ്രിക്കോഷൻസ് ഹെയർ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തന്നെ ഉപകാരപ്പെടുത്തേ നിങ്ങൾക്ക്. ഞങ്ങൾ ഈ തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾക്ക് ഒരാഴ്ച, അതായത് ശനിയാഴ്ച വരെ നിങ്ങൾക്ക് ഇതിനുള്ള
ഇത് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്, ഹെയർ അനലൈസിസും ഏത് കൺസൾട്ടേഷൻ. താങ്ക് യു.